നമസ്കാരം, എല്ലാവർക്കും ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രഷ് ടൂളും അതുപോലെ തന്നെ പെൻസിൽ ടൂളും. ഈ രണ്ട് ടൂൾസാണ് നമ്മൾ നോക്കുന്നത്. രണ്ടിന്റെ ഷോർട്ട് കട്ട് ബി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രഷ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഈ ബ്രഷ് ടൂൾ യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യാം മേൽഭാഗത്തുള്ള. പിന്നെ ഫസ്റ്റത്തെ ബ്രഷിനെ സെലക്ട് ചെയ്യണം. അതിനുശേഷം വരയ്ക്കുമ്പോൾ അപ്പൊ ഈ വരച്ചതിന്റെ ഈ എഡ്ജ് ശ്രദ്ധിക്കാം, സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് ബ്രഷ് സെലക്ട് ചെയ്ത് വരച്ച് കാണിക്കാം. സെലക്ട് ചെയ്തു ശേഷം വരയ്ക്കും. നോക്കി, ഇതിന്റെ എഡ്ജ് കുറച്ചുകൂടെ ഹാർഡാണ്, പക്ഷെ അത്ര സ്മൂത്ത് ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ തന്നെ ബ്രഷിനെ സെലക്ട് ചെയ്യണം. ഇതിന്റെ എൻഡിലുള്ള ഈ ബ്രഷ് സെലക്ട് ചെയ്തു. അതിനുശേഷം വരയ്ക്കുമ്പോൾ നോക്കി, ഇതിനെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ എഡ്ജെല്ലാം നല്ല സ്മൂത്ത് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള ബ്രഷുകൾ ഫോട്ടോഷോപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ എടുത്ത് യൂസ് ചെയ്ത് നോക്കുക. ഇനി ബ്രഷിന്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഒന്നുകിൽ ഫോർഗ്രൗണ്ട് കളറിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മാറ്റുകയാണ്. ഗ്രീനിലേക്ക് മാറ്റി എന്നിട്ട് വരയ്ക്കണം. വേറെ കളർ നോക്കാം. റെഡാക്കി. ഇനി ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് മാറ്റിക്കിടക്കും. അതല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് കണ്ടില്ലേ കളർ, അതുപോലെ തന്നെ സ്വാച്ചസ്, ഇവിടെ നിന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ബ്രഷിന്റെ സൈസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. മേൽഭാഗത്ത് കണ്ടില്ലേ സൈസ് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വരയ്ക്കുമ്പോൾ കണ്ടില്ലേ കുറച്ചൊന്ന് റിഡ്യൂസ് ചെയ്തിട്ട് വരച്ച് നോക്കാം. അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്തിട്ട് വരച്ച് നോക്കാം. കണ്ടില്ലേ. ഇനി ഇതിന്റെ ഹാർഡ്നെസ്, ഇതിന് താഴെയായിട്ട് ഹാർഡ്നെസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് 100%ലാണ് കിടക്കുന്നത്. 100% വരയ്ക്കുമ്പോൾ വളരെ ഹാർഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അത് അതിൻ്റെ വാല്യൂ ഞാൻ കുറയ്ക്കണം. 15 ഇട്ട് വരച്ച് നോക്കാം. ഇപ്പോൾ നോക്കി ഹാർഡ്നെസ് പോയിട്ട് എഡ്ജെല്ലാം സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ബ്രഷിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഷോർട്ട് കട്ട് ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്, അതുപോലെ തന്നെ റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് വേണം. സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക, സൈസ് കൂട്ടാൻ റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. ഈ ബ്രഷ് പ്രീസെറ്റ്സ് നമ്മൾ നേരത്തെ എടുത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ചെറിയ തമ്പനയിലായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ തമ്പനയിലെ രൂപം വേണമെങ്കിൽ മാറ്റാം. ഈ ബ്രഷ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രൂപത്തിൽ കാണാൻ വേണ്ടിയിട്ട് സ്ട്രോക്ക് തമ്പനയിൽ എടുക്കാം. അപ്പോൾ ലിസ്റ്റ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ബ്രഷ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ വരിക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിലൊരെണ്ണം സെലക്ട് ചെയ്തു വരയ്ക്കുക. നോക്കൂ, അത് പല എഫക്റ്റുകളുള്ള ബ്രഷുകളുണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നിങ്ങൾ എടുത്ത് നോക്കുക. ഇനി ഇത് വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ബ്രഷ് പ്രീസെറ്റ്സ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കണ്ടില്ലേ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് F5 അടിക്കുക. അതായത് ബ്രഷ് സെലക്ട് ചെയ്തെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് നമുക്കിവിടെ കാണിച്ചു തരും. ഇതാണ് ഈ രണ്ടെണ്ണം. ഇനി ഇതിലുള്ള ബ്രഷുകളെല്ലാം നമ്മളുടെ ആവശ്യം പോലെ മാറ്റങ്ങൾ വരുത്തിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സ്കെയിലിംഗ് ആണ്. ഇനി ഫ്ലിപ്പ് എക്സ്, ഫ്ലിപ്പ് വൈ, അതുപോലെ തന്നെ ആംഗിൾ, റൗണ്ട്നെസ്, ഹാർഡ്നെസ്, സ്പേസിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിലൊരു ബ്രഷ് സെലക്ട് ചെയ്തിട്ട് സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്യാം. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് ഒരു ഷേപ്പ് നമുക്ക് മാറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ 100% ആണ് റൗണ്ട്നെസ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഡോട്ടിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്തു. ഇപ്പോൾ നോക്കി അതിൻ്റെ ഷേപ്പ് മാറിയിട്ട് വേറെ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യാൻ വയ്ക്കുക. ഇതിപ്പോൾ 0-ലാണ് ഇതിൻ്റെ ആംഗിൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വാല്യൂ ചേഞ്ച് ആവും. ഒന്നുമില്ല, നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ ആംഗിൾ ചേഞ്ച് ആയിട്ട് 31 ഡിഗ്രിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ സ്പേസിങ്, ഇതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കാണിച്ചു തരാം. സ്പേസിങ് കണ്ടില്ലേ, ഇപ്പോൾ വരച്ചു പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. മറ്റേ നേരത്തെ ഫില്ലായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വരയ്ക്കുമ്പോൾ ഫില്ലായിട്ടാണ് വരുന്നത്. സ്പേസിങ് കൂട്ടുമ്പോൾ കണ്ടില്ലേ. ഇനി ബ്രഷ് യൂസ് ചെയ്തിട്ട് ഹൊറിസോണ്ടലായിട്ട് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക.
അതിനുശേഷം വരയ്ക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ലൈന് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ട്. പിന്നെ വേറൊരു ആംഗിളിലാണ് ലൈന് വേണ്ടതെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം ഇവിടെ. പക്ഷെ എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി, ഒറ്റ ക്ലിക്ക് മതി. അടുത്തതാണ് മോഡ്. ഇവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മോഡൊന്നും ചേഞ്ച് ചെയ്യണില്ല, നോർമൽ തന്നെയാണ് ഉള്ളത്. കളർ ഗ്രീനിലേക്ക് മാറ്റിയിട്ട് ഒരു ലൈൻ വരച്ചു. ഈ കളർ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യണം, റെഡിലേക്ക് മാറ്റി ഒന്നുകൂടെ വരച്ചു. നമുക്ക് ഏത് കളറാണോ സെലക്ട് ചെയ്തിട്ടുള്ള എക്സാക്ട് കളർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ മോഡൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടെ വരച്ച് നോക്കാം. ഇപ്പോൾ റെഡ് തന്നെ, നേരത്തെ സെലക്ട് ചെയ്ത സെയിം റെഡ് തന്നെയാണ്, ഒന്നുകൂടെ വരച്ചു. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറിനോട് മെർജ് ആയിട്ടാണ്, അതായത് ബ്ലെൻഡ് ആയിട്ടാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ സ്ക്രീൻ മോഡിലേക്ക് മാറ്റിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറിനോട് ബ്ലെൻഡ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ബ്ലൂവിൽ റെഡ് വരച്ചപ്പോൾ ഒരു പിങ്ക് ടോണിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീനിൽ റെഡ് വരച്ചപ്പോൾ യെല്ലോയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ ഈ മോഡുകളും ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. പിന്നെ അടുത്തതാണ് ഒപ്പാസിറ്റി, അതായത് ട്രാൻസ്പെറൻസി. ഒപ്പാസിറ്റി ഇപ്പോൾ 100% ആണ് വരച്ചു. ഇത് റെഡ്യൂസ് ചെയ്തിട്ട് ഞാൻ വരയ്ക്കാൻ 50% ആക്കി. അതിൻ്റെ വ്യത്യാസം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒന്നുകൂടെ കുറയ്ക്കുമ്പോൾ കളിക്കും, അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഇതാണ് ട്രാൻസ്പെറൻസി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കളറിൻ്റെ ഒപ്പാസിറ്റി 20%ലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം ഇവിടെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് പോകും. മൗസ് ക്ലിക്ക് വിടുന്നില്ല, അല്ല മൗസ് ക്ലിക്ക് വിടാതെ നമുക്ക് എത്ര ഏരിയ വേണമെങ്കിലും സെയിം ഒപ്പാസിറ്റി വെച്ചിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റും. ഇനി മൗസ് ക്ലിക്ക് ഒഴിവാക്കി അതിനുശേഷം ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യണം. പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്തു. ഇനി വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് ഇൻ്റർസെക്ട് ചെയ്യുന്ന ഏരിയയിൽ അതിൻ്റെ ഒപ്പാസിറ്റി ഇതിന് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി തേർഡ് കോട്ട് കൂടെ നമുക്ക് നോക്കാം. ഒരു കോട്ട് കൂടെ അടിക്കുമ്പോൾ കണ്ടോ, മൂന്ന് തരത്തിലുള്ള ഒപ്പാസിറ്റിയാണ് ഇപ്പോൾ. അത് ഇൻ്റർസെക്ട് ചെയ്യുന്ന ഏരിയയിൽ അതിൻ്റെ ഒപ്പാസിറ്റി കൂടി കൂടി വരും. ഇനി അടുത്തതാണ് ഫ്ലോ. 100% ആണ്. ഫ്ലോൻ്റെ വാല്യൂ 0ലേക്ക് ചേഞ്ച് ചെയ്തു. അതിന് ശേഷം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ലൊരു പെയിൻറ്റിങ് എഫക്റ്റ് ഒക്കെ ഈ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി പുതുതായിട്ട് എങ്ങനെ ഒരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം നോക്കാം. നമുക്ക് ഏത് പിക്ചർ വേണമെങ്കിലും ഒരു ബ്രഷാക്കി മാറ്റിയിട്ട് ഫോട്ടോഷോപ്പിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മുടെ പിക്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ മാർക്കറ്റ് കൊടുത്തിട്ടൊന്ന് വരയ്ക്കണം. എനിക്ക് എത്ര ഏരിയ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വരച്ചു. അതിനുശേഷം എഡിറ്റിൽ പോയിട്ട് ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്താ പേര് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക, ഓക്കെ അടിക്കുക. ഇനി ഞാൻ ഇമേജ് ക്ലോസ് ചെയ്തു. പുതുതായിട്ട് ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ബ്രഷ് ഇവിടെ പ്രീസെറ്റിൽ വന്നിട്ടുണ്ടോ, സെലക്ട് ചെയ്തതിനു ശേഷം ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ കാണാം കേട്ടോ, 744 നമ്പറിൽ വന്നിട്ടുണ്ട്. വലുതാക്കിയതിന് ശേഷം നോക്കി ഒരു പുതിയ ബ്രഷ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ആദ്യം സേവ് ചെയ്യുന്ന പിക്ചറില്ലേ, അതായത് ബ്രഷ് പ്രീസെറ്റായിട്ട് സേവ് ചെയ്യുന്ന പിക്ചറില്ലേ, അത് പരമാവധി റെസൊല്യൂഷനുള്ള പിക്ചർ വേണം സേവ് ചെയ്യാൻ. അതായത് വിഡ്ത്ത് ഹൈറ്റ് ഒക്കെ കൂടുതലുള്ള പിക്ചറായിട്ട് വേണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമുക്ക് ബ്രഷിൻ്റെ ക്വാളിറ്റി ലോസ് ആവാണ്ട് കിട്ടും. പിന്നെ അടുത്തതാണ് പെൻസിൽ ടൂൾ. ബി തന്നെയാണ് ഷോർട്ട് കട്ട്. സെലക്ട് ചെയ്തു. ഇത് നമ്മുടെ ബ്രഷിൻ്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. പക്ഷെ ഇത് ചെറിയ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള എഡ്ജുള്ള ബ്രഷുകളില്ല. ഇതെല്ലാം പെൻസിൽ എന്ന് പറയുമ്പോൾ എല്ലാം ഹാർഡായിരിക്കും എൻ്റെ എഡ്ജെല്ലാം. നോക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ബ്രഷിൽ നമുക്ക് അങ്ങനെയല്ല, സോഫ്റ്റ് ആയിട്ടുള്ള എഡ്ജുള്ള ബ്രഷുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനെയില്ല. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് ഇവിടെ ഓട്ടോ ഇറേസ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. ഞാൻ ടിക്ക് ഇവിടെ ഓൺ ആക്കുകയാണ്. ഇത് 2 കളർ ഞാൻ കൊടുക്കുകയാണ്. ഫോർഗ്രൗണ്ട് കളറും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തു. വരച്ചു. ഫോർഗ്രൗണ്ട് കളർ റെഡ് വന്നിട്ടുണ്ട്. ഈ ഓട്ടോ റേസ് എന്നുള്ള ടിക്ക് ഇവിടെ ഓണാണ്. ഈ റെഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ വരയ്ക്കാം. അപ്പോൾ വന്നത് ഗ്രീനാണ്.
ഇനി ഗ്രീനിൽ ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടെ വരച്ചു. വീണ്ടും റെഡ്. പുറത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർഗ്രൗണ്ട് കളറാണ് വരിക. വൈറ്റിൽ ക്ലിക്ക് ചെയ്ത് വരയ്ക്കുമ്പോൾ ഫോർഗ്രൗണ്ട് കളർ. ഇനി റെഡിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് വരച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കളർ വരും. നേരെ വെച്ചാൽ ഓട്ടോ ഇറേസ് ഓഫ് ആക്കുകയാണ് ഞാൻ. ക്ലിയർ ചെയ്തു. ഓട്ടോ ഇറേസ് ഓഫ് ആക്കിയതിന് ശേഷം വരയ്ക്കുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് വരയ്ക്കുമ്പോഴും റെഡേ വരും. അതാണ് ഈ ഓട്ടോ ഇറേസ് എന്നുള്ള ഈ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.